സങ്കീർത്തനം 41:1 ഇപ്രകാരം കാണാൻ സാധിക്കും: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആദ്യ ഭാഗം ഒരു ആഹ്വാനമാണ്: ദരിദ്രരോട് ആദരവ് കാണിക്കുന്നവൻ ഭാഗ്യവാൻ. രണ്ടാമത്തേത് ദൈവിക പ്രതികരണമാണ്: കഷ്ടകാലത്ത് കർത്താവ് അവനെ വിടുവിക്കും. ഇത് വെറും ഒരു പൊതുവായ അനുഗ്രഹമല്ല, മറിച്ച് ദൈവിക ഇടപെടലിന്റെയും രക്ഷയുടെയും ഒരു പ്രത്യേക വാഗ്ദാനമാണ്. കഷ്ടകാലത്ത് അത് ശാരീരിക ബുദ്ധിമുട്ടായാലും ആത്മീയ പരീക്ഷണമായാലും പീഡനമായാലും വൈകാരിക ക്ലേശമായാലും ദരിദ്രരോട് കരുതൽ കാണിച്ച ഒരാൾക്ക് വേണ്ടി ഇടപെടുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ്, കാരണം അവൻ എപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുടെ പക്ഷത്താണ്. ഈ ദിവ്യ വിടുതൽ ലഭിക്കുന്നതിനുള്ള താക്കോൽ ദരിദ്രരെ പരിഗണിക്കുന്നതിലാണ്. എബ്രായ ഭാഷയിൽ പരിഗണിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം ദാനം നൽകുന്നതിനേക്കാൾ കൂടുതലാണ്. അത് ശ്രദ്ധിക്കുക. അവരോട് ജ്ഞാനപൂർവ്വം പ്രവർത്തിക്കുക, അവരുടെ സാഹചര്യം മനസ്സിലാക്കുക എന്നാണ്. ചിന്താപൂർവമായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന അനുകമ്പയുള്ള അവബോധത്തെക്കുറിച്ചാണിത്. യേശു പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വീണ്ടും മത്തായി 25:40 തന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരെ പരിപാലിക്കുന്നത് തന്നെ പരിപാലിക്കുന്നതിന് തുല്യമാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. നമ്മുടെ കഷ്ടകാലത്ത് വിടുവിക്കപ്പെടണമെങ്കിൽ ദരിദ്രരോടുള്ള ദൈവത്തിന്റെ ഹൃദയത്തെ നാം പ്രതിഫലിപ്പിക്കണം. ചിന്താപൂർവവും കരുണാമയവുമായ പ്രവർത്തനത്തിലൂടെ ദരിദ്രരെ പരിഗണിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയും കരുണയും നാം പിന്തുടരുന്നു. അതാകട്ടെ നമ്മുടെ ആവശ്യ സമയത്ത് നമ്മെ ഓർക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു.